الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فيا إخواني في الله മഹാനായ താബിഈ അബുൽ ആലിയ റഹിമഹുല്ലാ അദ്ദേഹം വഫാറ്റാകുന്നത് ഹിജ്റ 90കളിലാണ്. ഹിജ്റ 93-ലാണ് അദ്ദേഹം വഫാറ്റാകുന്നത്. അബുൽ ആലിയ റുഫൈ ഇബ്നു മിഹ്റാൻ അർ-റിയാഹി അൽ-ബസ്രി റഹിമഹുല്ലാ മഹാനായ താബിഈയാണ്. അദ്ദേഹം പറയാണ് സ്വലാത്തുല്ലാ അലൻ നബി, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. അള്ളാഹു തആലയും മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇവിടെ സ്വലാത്തുല്ലാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം എന്താണ്? അദ്ദേഹം പറയാണ് സ്വലാത്തുല്ലാ എന്ന് പറഞ്ഞാൽ സനാഉഹു അലൈഹി ഇൻദൽ മലായിക, അള്ളാഹു തആല അദ്ദേഹത്തെ മലക്കുകളുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് പുകഴ്ത്തലാണ്. ഏറ്റവും ഉന്നതമായ അൽ മലഉൽ അഅല, ഏറ്റവും ഉന്നതമായ മലക്കുകളുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട്, സദസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുന്നതിനാണ് സ്വലാത്തുല്ലാ എന്ന് പറയുക. സ്വലാത്തുൽ മലായിക, മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അദ്ദുആ, പ്രാർത്ഥനയാണ്. മലക്കുകൾ പ്രാർത്ഥിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് അബുൽ ആലിയ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. സ്വലാത്തുല്ലാ എന്നതിൻ്റെ വിശദീകരണത്തിൽ ഏറ്റവും അസ്വഹായ, ഏറ്റവും ശരിയായ അഭിപ്രായമാണ് അബുൽ ആലിയ റഹിമഹുല്ലയുടെ ഈ അഭിപ്രായം. സ്വലാത്തുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല മലക്കുകളുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് പുകഴ്ത്തുന്നതിനെയാണ്. ഏറെ ശ്രേഷ്ഠതകളുള്ള പല ഫദായിലുകളും വന്നിട്ടുള്ള മഹത്തരമായ കർമ്മമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അതിന് പ്രത്യേകം സുന്നത്തായിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവുകളിലും വെള്ളിയാഴ്ച പകലുകളിലുമൊക്കെ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതൊക്കെ ഏറെ ശ്രേഷ്ഠകരമായ കാര്യമാണ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ അള്ളാഹു പുകഴ്ത്തുക എന്ന് പറയുമ്പോൾ അത് ചില്ലറ കാര്യമല്ല, വലിയ കാര്യമാണ്. ആരാണ് പുകഴ്ത്തുന്നത്? അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. ഈ മഹത്വമുള്ള അള്ളാഹു തആലയാണ് പുകഴ്ത്തുന്നത്. അപ്പോൾ ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അതിനേക്കാൾ വലിയ കാര്യമില്ല. അള്ളാഹു പുകഴ്ത്തുന്നു. എവിടെ വെച്ച് പുകഴ്ത്തുന്നു? ഏറ്റവും ഉന്നതമായ സദസ്സിൽ വെച്ചുകൊണ്ട്, മലക്കുകളുടെ സന്നിധിയിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹു ഈ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഉണ്ടല്ലോ, മൻ സല്ല അലയ്യ വാഹിദതൻ, ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു തവണ സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി അശ്റ, അള്ളാഹു അവൻ്റെ മേൽ 10 തവണ സ്വലാത്ത് ചെയ്യും. അപ്പോൾ 10 തവണ സ്വലാത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹു തആല നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുമ്പോൾ അള്ളാഹു തആല നമ്മളെ സംബന്ധിച്ച് 10 തവണ 10 പ്രാവശ്യം മലക്കുകളുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് പുകഴ്ത്തുമെന്നാണ്. അപ്പോൾ സ്വലാത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. നമ്മളത് ചൊല്ലുന്നതോടുകൂടി 10 തവണ മലക്കുകളുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് അള്ളാഹു നമ്മളെ പുകഴ്ത്തുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അള്ളാഹു മുഹമ്മദ് നബിയുടെ പേരിൽ സ്വലാത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ത്വലബുസ്സനാഇ അലൈഹി മിനല്ലാഹ്, അള്ളാഹുവിനോട് നമ്മൾ തേടുകയാണ്. എന്താ തേടുന്നത്? ഒരു അടിമയിൽ നിന്ന്, ഒരു മനുഷ്യനിൽ നിന്ന് സല്ലല്ലാഹു അലാ മുഹമ്മദിൻ എന്ന് പറയുമ്പോൾ, അത് സംഭവിക്കുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവെ മലക്കുകളുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് നീ മുഹമ്മദ് നബിയെ പുകഴ്ത്തണമേ എന്നാണ് നമ്മൾ അള്ളാഹുവിനോട് തേടുന്നത്. അങ്ങനെ നമ്മൾ ഒരു തവണ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു തആല 10 തവണ നമ്മളെ സംബന്ധിച്ച് നമ്മളെ മലക്കുകളുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് പുകഴ്ത്തുമെന്നാണ്. വലിയ കാര്യമാണ്. സ്വലാത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക, അതിനേറെ ശ്രേഷ്ഠതയുണ്ട്. അള്ളാഹു അത് ചൊല്ലുന്ന ആളുകളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പേരിൽ നമ്മളെ മലക്കുകളുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് അള്ളാഹു പുകഴ്ത്തുമെന്നുള്ളതാണ്.
അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക, അത് വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവുകളിലും അതിൻ്റെ പകലുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.